സുഹൃത്തെ, ഇത് അത്രയും ആൾക്കാരുടെ നിന്ന് നമ്മളോട് ഇവര് നറുക്കെടുക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? ആ സൈഡ് പോകാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല. ഞാൻ ഈ കുറി കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. കാരണം ഇതുവരെ നമ്മൾ നറുക്കെടുപ്പ് എന്താ ഏതാന്ന് നമുക്ക് അറിയാത്ത ഒരാളാണ് ഞാൻ. ഇതിന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവരിനോട് പറഞ്ഞു, പിന്നെ ആദ്യം ഇവര് ഒന്ന് പൈസ മറിച്ചിക്കണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ എടുക്കാൻ കേട്ടോ പറഞ്ഞു. നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റാണ്, നിങ്ങളല്ല പിന്നെ വേറെ ആരും എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കറിയാം, കാരണം ഞാൻ ഇത് മെയിൻ ഞാൻ പറഞ്ഞ ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയമാവുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങൾ. ഞാനിപ്പോ അത് ഈ വീഡിയോ പിന്നെ പോലീസിനെ വിളിച്ചിരുന്നു, ഞാൻ അത് കാട്ടിക്കൊടുത്തു. ഇതാണ് എന്റെ വീഡിയോ. ഇതാണ് എന്റെ വീഡിയോ. ഞാൻ ലൈവ് എടുത്തു, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് ഇങ്ങനെ പേരിൽ പരാതി വന്നിട്ടുണ്ട്. എന്താണ് എന്റേത്? ഇതാണ് എന്റെ വീഡിയോ. അപ്പൊ 100-300 ജനങ്ങളെ മുന്നിൽ അതും കൊടുക്കുക എന്ന് പറഞ്ഞൊരു നാട്ടില് 300 ജനങ്ങളൊന്നും അതിനകത്തില്ലായിരുന്നു, ഞാൻ കണ്ടു. അവിടെ അല്ലടാ, അത് പെരന്റെ ഹാളാണത്. അത് പെരന്റെ ഹാളാണ്. കാരണം 4 ദിവസമായിട്ട് അവിടെ മഴയാണ്. 4 ദിവസമായിട്ട് അവിടെ പെരും മഴയാണ്. കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം. അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ പേരുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി വെക്കാനുള്ള പരിപാടിയായിരുന്നു. കറണ്ട് എന്ന് പറഞ്ഞ സാധനമല്ല. കാരണം നമ്മൾ ലൈവ് ഇട്ടപ്പോൾ അവിടെ കറണ്ട് പോയത് വരെ ഈ വീഡിയോ ഉണ്ടാവും. കാരണം എന്താണ്, അവിടെ ജനറേറ്റർ കൊടുങ്ങാണ്ടാണ് ഇത് ഇതാക്കിയിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. ഈ ജനറേറ്ററിന് ഇടക്കിടക്ക് ഓഫ് ആവും. ഒരു 4 ദിവസമായിട്ട് ആ ഭാഗത്ത് കറണ്ട് ഇല്ല. അങ്ങനെ ഈ പെരന്റെ പിന്നെ ഉള്ളിൽ വെച്ചാണ്, ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മള് സിറ്റ് ഔട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത്. ഇയാൾ ഈ പറയുന്ന കാര്യം ആരെങ്കിലും വിശ്വസിക്കും? ഇയാൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടെങ്കിൽ ഇതുവരെ നറുക്കെടുപ്പെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ആ സൈഡിലേക്ക് കൊണ്ടുപോയി കൈവച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അതേ കണക്കത്തുള്ള കാര്യങ്ങൾ അങ്ങനെ എടുക്കത്തില്ലായിരുന്നു. അതോടെ തന്നെ നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് താനാണ് നറുക്കെടുക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യമേ അറിഞ്ഞെന്നുള്ള രീതിയിലാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൊച്ചുകുട്ടികളടുത്ത് പറഞ്ഞാൽ പോലും അവർ പോലും വിശ്വസിക്കത്തില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുക അവിടെ എന്തോ നടന്നതെന്നുള്ളൊരു കാര്യം. അവിടെ ഉണ്ടെങ്കിൽ കാണുന്ന ആർക്കാരും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവരുണ്ടെങ്കിൽ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആരെയൊക്കെ പേര് വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ നോക്കിയെടുക്കുകയാണ്. അത് ഒരു വട്ടമൊക്കെ ആണെങ്കിൽ പോട്ടെന്ന് നോക്കാം. എപ്പോഴും ഉണ്ടെങ്കിൽ എടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തന്നെയാണ് കൈ കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെയാണ് ഒരാളുടെ പേര് എടുക്കുന്നത്. സോ ഇതിൽ നിന്ന് മനസ്സിലാവാൻ സാധിക്കുന്ന ഒറ്റയ്ക്ക് ഒരു കാര്യം തന്നെയാണ്, ഇവരുണ്ടെങ്കിൽ മനഃപൂർവ്വം പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആൾക്കാരുടെ ഇവർക്ക് വേണ്ടപ്പെട്ടവരുടെ ഉണ്ടെങ്കിൽ പേര് അവിടെ ഇടുക. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പ്രൈസ് അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടെങ്കിൽ പ്രൈസ് വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവർക്ക് അറിയുന്നത് അല്ലെങ്കിൽ കമ്മിറ്റി ഏർപ്പാട് ചെയ്ത ആൾക്കാരുടെ ബന്ധു അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടേയിരുന്നത്. അതല്ലാതെ സാധാരണക്കാരെ അവിടെ ഒരുപാട് പേര് പൈസ ഇട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവർക്കൊന്നും അത് അടിച്ചിട്ടില്ല. എന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് പ്രശ്നം വന്നപ്പോൾ പറയുകയാണ് അതെല്ലാം ഒരു അത്ഭുതമാണ്, അതല്ലാതെ ഉണ്ടെങ്കിൽ ആരും പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും ചെയ്തതല്ലെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊന്നും കേട്ട ആരും വിശ്വസിക്കുകയല്ല. സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇത് കള്ളത്തരമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഉണ്ടെങ്കിൽ പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് കയറി മേയ്ക്കുക എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇപ്പോഴുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യം പറഞ്ഞ് വന്നിരിക്കുന്നത്. അതല്ലാതെ വേറെ ഒരു കാര്യമല്ല. ഇതിനകത്തുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ.